നമ്മുടെ മാർവലിലെ സൂപ്പർ ഹീറോയും കടുത്ത ദേഷ്യക്കാരനുമായ ഹൾക്ക് ഒരു പാവം പയ്യൻ്റെ അച്ഛനെ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ ആദ്യം ഒരു കാട്ടിനുള്ളിൽ വളരെ സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കുന്ന ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവൻ ആ കാട്ടിലൂടെ കളിച്ചുകൊണ്ട് നടക്കെ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഹൾക്ക് ചാരിയിരുന്ന് വിശ്രമിക്കുകയാണ്. ഭീമാകാരനായ ഹൾക്കിനെ നേരിൽ കണ്ടിട്ട് ആദ്യം ഒന്ന് ചെറുതായി ഞെട്ടിയെങ്കിലും ആ പയ്യൻ ഇപ്പോൾ ഒട്ടും പേടിക്കുന്നില്ല. പകരം നിനക്ക് എങ്ങനെയാണ് ഇത്രയും പൊക്കം വെച്ചതെന്ന് ഒട്ടും പേടിയില്ലാതെ ഹൾക്കിനോട് ആ പയ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ഹൾക്ക്, നിനക്ക് പൊക്കം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര പൊക്കമുള്ളതായി നിനക്ക് തോന്നുന്നതാണെന്ന് ആ പയ്യനോട് ഹൾക്ക് തമാശയ്ക്ക് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഹൾക്കിൻ്റെ സംസാരം ഇഷ്ടപ്പെട്ട ആ പയ്യൻ തൻ്റെ പേര് പീറ്റി എന്നാണെന്നും തൻ്റെ കാടാണ് ഇതെന്നും തനിക്ക് അച്ഛനും അമ്മയും ഒരു കുഞ്ഞ് അനീതിയുമുണ്ടെന്നും അവരെല്ലാം തൻ്റെ അച്ഛൻ്റെ ബസ്സിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നതെന്നും താൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അനീതിയുടെയും പിന്നെ താൻ താമസിക്കുന്ന ബസ്സിൻ്റെയും പടങ്ങൾ ഇവിടെയുള്ള മരത്തിലൊക്കെ വരച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവയെല്ലാം ഹൾക്കിനെ പീറ്റി കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഹാങ് ഓവറിൽ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയാലോ എന്ന് ഹൾക്കിനോട് പീറ്റി ചോദിച്ചതും സ്നേഹിച്ചവരെയെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഹൾക്ക് അത് വേണ്ട എന്ന് പീറ്റിയോട് പറഞ്ഞ് മുന്നോട്ടുള്ള വഴിയിൽ ഒറ്റയ്ക്ക് പോകുവാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ നീ ആ വഴിയിലൂടെ പോകരുതെന്നും അവിടെ ഒടിഞ്ഞു കിടക്കുന്ന ഒരു മരമുണ്ടെന്നും അതിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന് മുഖത്തെ ചിരിയെല്ലാം മാറ്റി വളരെ സങ്കടത്തിൽ പീറ്റി ഹൾക്കിനോട് പറയുകയാണ്. അത് കേട്ട് ഹൾക്കിനൊന്നും മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇപ്പോൾ തൻ്റെ അമ്മയുടെ ശബ്ദം കേട്ട പീറ്റി തൻ്റെ അമ്മ തന്നെ വിളിക്കുന്നുണ്ടെന്നും നമുക്ക് പിന്നെ കാണാമെന്ന് ഹൾക്കിനോട് പറഞ്ഞ് പീറ്റി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഹൾക്ക് കാടിൻ്റെ ഉള്ളിലുള്ള കാര്യം ആരോടും താൻ പറയില്ല എന്നും ആവശ്യമുള്ള കാലം വരെ തൻ്റെ കാട്ടിനുള്ളിൽ നീ താമസിച്ചോളാൻ ഹൾക്കിനോട് പറഞ്ഞിട്ടാണ് പീറ്റി അവിടുന്ന് അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പീറ്റിയുടെ കുടുംബത്തെ കാടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ ഹൾക്ക് കാണുന്നുമുണ്ട്. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പോൾ പീറ്റി ഹൾക്കിൻ്റെ അടുത്തേക്ക് ചെന്ന് ബോൾ കളിച്ച് സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. ആ സംസാരത്തിനിടയിൽ പീറ്റിയുടെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ല എന്നും ഒരു ക്രിമിനലാണെന്നും മോഷ്ടിച്ച സാധനങ്ങൾ വേറെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്ന ഒരാളാണ് പീറ്റിയുടെ അച്ഛനെന്ന് ഹൾക്കിന് മനസ്സിലാവുകയാണ്. പോലീസ് പിടിക്കുമെന്ന് കാണുമ്പോൾ അവർ താമസിക്കുന്ന ആ ബസ് എടുത്ത് കുടുംബത്തോടൊപ്പം പീറ്റിയുടെ അച്ഛൻ രക്ഷപ്പെടും. മാത്രമല്ല വളരെ ദേഷ്യക്കാരനായതുകൊണ്ട് ഭാര്യയെയും മകനായ പീറ്റിയെയും അയാൾ ഉപദ്രവിക്കാറുണ്ടെന്നും ഹൾക്കിന് പീറ്റിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുകയാണ്. മാത്രമല്ല ഇപ്പോൾ അവിടെ ബോൾ കളിച്ചുകൊണ്ടിരിക്കെ പീറ്റിയുടെ കയ്യിൽ നിന്നും ബോൾ തെറിച്ച് അവിടെയുള്ള മറ്റേ ആ ഒടിഞ്ഞ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വീഴുകയാണ്. അത് കണ്ട് പീറ്റി പേടിച്ചു പോവുകയാണ്. അങ്ങനെ പേടിച്ചു നിൽക്കുന്ന പീറ്റിയോട് പോയി ആ ബോൾ എടുത്തുകൊണ്ട് വരുവാൻ ഹൾക്ക് പറഞ്ഞതും തനിക്കത് സാധിക്കില്ല എന്നും തനിക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് വിഷമത്തിൽ പീറ്റി താഴേക്ക് നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒടിഞ്ഞു വീണ മരത്തെ ഇത്രയും അധികം പീറ്റി പേടിക്കുന്നതെന്ന് ഹൾക്കിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഹൾക്ക് കാട്ടിലൂടെ നടക്കെ തൻ്റെ ഉള്ളിലുള്ള ബ്രൂസ് ബാനർ അവിടെ മരിച്ച അസ്ഥികൂടമായി കിടക്കുന്ന ഒരു ജീവിയുടെ രൂപത്തിൽ തന്നോട് സംസാരിക്കുന്നത് ഹൾക്ക് കേൾക്കുകയാണ്. ഇപ്പോൾ ബ്രൂസ് ബാനർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പീറ്റിയുടെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ല എന്നും അയാളുടെ കൂടെ നമ്മുടെ പീറ്റിയും അവൻ്റെ അമ്മയും അവൻ്റെ അനീതിയും സേഫ് അല്ല എന്നും നീ അവരെയെല്ലാം രക്ഷിക്കണമെന്നാണ് ബ്രൂസ് ബാനർ ഹൾക്കിനോട് പറയുന്നത്. അങ്ങനെ ബ്രൂസ് ബാനർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഹൾക്ക് കുറച്ച് ദൂരെ നിന്ന് പീറ്റിയുടെ അച്ഛൻ്റെ സംസാരം കേൾക്കുകയാണ്. പോലീസ് ഉടനെ തന്നെ പിടിക്കുവാനായി വരുമെന്നും വേഗം കുഞ്ഞിനെയും കൊണ്ട് ബസ്സിൽ കയറുവാൻ പീറ്റിയുടെ അച്ഛൻ അവൻ്റെ അമ്മയോട് പറഞ്ഞതും തനിക്കതിന് സാധിക്കില്ല എന്നും നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ ഒട്ടും വയ്യായെന്നും മാത്രമല്ല പീറ്റിയെ ഇവിടെ ഉപേക്ഷിച്ച് വരുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് പീറ്റിയുടെ അമ്മ അവരുടെ ഭർത്താവിനോട് പറയുകയാണ്. ഇപ്പോൾ പീറ്റിയെ കാട്ടിനുള്ളിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് അവൻ്റെ അമ്മ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഹൾക്കിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പീറ്റി വന്നിട്ട് എൻ്റെ അച്ഛന് വീണ്ടും ദേഷ്യം വന്നുവെന്നും അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ ഞങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് ഞങ്ങൾ പോകുമെന്ന് ഹൾക്കിനോട് പീറ്റി പറയുകയാണ്. അപ്പോൾ തന്നെ നിന്നെ ഇവിടെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് നിൻ്റെ അമ്മ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഹൾക്ക് പീറ്റിയോട് ചോദിക്കുകയാണ്. പക്ഷെ അതിനുള്ള ഉത്തരം പീറ്റി പറഞ്ഞില്ലെങ്കിലും അതിനുള്ള ഉത്തരം അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തു നിന്നും ഹൾക്കിന് ലഭിക്കുകയാണ്. തനിക്ക് തൻ്റെ മകനെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല എന്നും നമുക്ക് ഇവിടെ നിന്ന് പോയാൽ അവനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് പിന്നീട് സാധിക്കില്ല എന്നും അല്ലെങ്കിൽ പീറ്റിയെ പറ്റിയുള്ള കാര്യം ആരോടെങ്കിലും നമുക്ക് പറയാമെന്ന് പീറ്റിയുടെ അമ്മ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ നിനക്ക് എന്നെ കൊലപാതക കുറ്റത്തിന് ജയിലിലാക്കുവാൻ കൊതിയുണ്ടോ എന്ന് ചോദിച്ച് പീറ്റിയുടെ അച്ഛൻ കൈക്കുഞ്ഞിനെയും പിടിച്ചു നിൽക്കുന്ന പീറ്റിയുടെ അമ്മയുടെ മൂക്കിനിട്ട് ഇടി കൊടുക്കുകയാണ്. മൂക്കിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കെ നീ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടുണ്ടെന്നും പക്ഷേ ആ ഒടിഞ്ഞ മരത്തിൻ്റെ അടിയിൽ നീ കാരണം മരണപ്പെട്ട് കിടക്കുന്ന തൻ്റെ മകനെ വിട്ട് താൻ എങ്ങോട്ടും വരില്ല എന്ന് പീറ്റിയുടെ അമ്മ പീറ്റിയുടെ അച്ഛനോട് പറയുകയാണ്.
ഇപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹൾക്ക് ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ഒടിഞ്ഞു വീണ മരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയ ഹൾക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞു കൈ ഹൾക്ക് കാണുകയാണ്. അപ്പോൾ തന്നെ അത് പീറ്റിയുടെ കൈയാണെന്ന് ഹൾക്കിന് മനസ്സിലാവുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളും ഹൾക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പീറ്റിയുടെ ആത്മാവായിരുന്നു. ദേഷ്യക്കാരനും ക്രിമിനലുമായ പീറ്റിയുടെ അച്ഛൻ തന്നെയാണ് പീറ്റിയെ കൊന്ന് അവിടെ കുഴിച്ചു മൂടിയത്. തൻ്റെ ശരീരം അവിടെ ആ മരത്തിൻ്റെ അടിയിൽ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുവാൻ പീറ്റി നേരത്തെ മടിച്ചത്. അങ്ങനെ ഇപ്പോൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്ന ഹൾക്കിൻ്റെ അടുത്തേക്ക് പീറ്റിയുടെ ശരീരം കാണുവാനായി അവൻ്റെ അമ്മ കൈക്കുഞ്ഞുമായി വന്നതും ഹൾക്കിനെ കണ്ട അമ്മ ഞെട്ടിപ്പോവുകയാണ്. തന്നെയും കുഞ്ഞിനെയും കൊല്ലരുതെന്നും താൻ പീറ്റിയെ കൊന്നിട്ടില്ല എന്നും താൻ പോലീസിനോടെല്ലാം പറഞ്ഞുകൊള്ളാമെന്നും തൻ്റെ ഭർത്താവ് ചെയ്തതെല്ലാം താൻ പോലീസിനോട് പറഞ്ഞ് ഇത്രയും നാളും അയാളുടെ കൂടെ നിന്നതിന് താനും കൂടെ കീഴടങ്ങിക്കൊള്ളാമെന്നും തൻ്റെ കുഞ്ഞിനെ തൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് വരെ തനിക്ക് സമയം തരണമെന്ന് ഹൾക്കിനോട് പീറ്റിയുടെ അമ്മ കരഞ്ഞു പറയുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ താനും ഭർത്താവും ചെയ്ത തെറ്റിന് ശിക്ഷ നൽകുവാനായി വന്ന രാക്ഷസനാണ് ഹൾക്കെന്ന് പീറ്റിയുടെ അമ്മ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ പാവം പീറ്റിയെ കൊന്ന അവൻ്റെ അച്ഛനെ കൊല്ലാനായി ദേഷ്യം വന്ന് നിൽക്കുന്ന ഹൾക്ക് പീറ്റിയുടെ അമ്മയെ ഒന്നും ചെയ്യുന്നില്ല. പകരം പീറ്റിയുടെ അച്ഛനെ കൊല്ലാനായി അവിടുന്ന് പോവുകയാണ് നമ്മുടെ ഹൾക്ക്. അങ്ങനെ പിന്നീട് തൻ്റെ ഭാര്യ തൻ്റെ കൈകൊണ്ട് മരിച്ചുപോയ മകൻ്റെ ശരീരം വിട്ട് വരില്ലാത്തത് കൊണ്ട് പീറ്റിയുടെ അച്ഛൻ ആ ബസ്സും എടുത്ത് ഓടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ പെട്ടെന്ന് ആ ബസ്സിനെ ആരോ ഒരാൾ എടുത്ത് വലിച്ചെറിയുകയാണ് ഇപ്പോൾ. അത് മറ്റാരുമല്ല, നമ്മുടെ ഹൾക്കാണ്. ഹൾക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തന്നെ ആ ബസ് ഇടിച്ച് ചളുങ്ങി പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പീറ്റിയുടെ അച്ഛന് കാര്യമായി ഒന്നും സംഭവിച്ചില്ല. പക്ഷേ നമ്മുടെ ഹൾക്ക് അയാളെ വെറുതെ വിടുന്നില്ല. ആ ബസ് കീറി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ആ ദുഷ്ടൻ്റെ നേരെ അലറി വിളിച്ച് പീറ്റി എന്ന ആ പാവം പയ്യനെ മനസ്സിൽ ഓർത്തുകൊണ്ട് തൻ്റെ സർവ്വശക്തിയും ദേഷ്യവും പുറത്തേക്ക് എടുത്ത് ഹൾക്ക് പീറ്റിയുടെ അച്ഛനെ ഇടിച്ചു കൊല്ലുകയാണ് ഇപ്പോൾ. താൻ രൂപം കൊണ്ട് രാക്ഷസനാണെങ്കിലും യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ ദുഷ്ടന്മാരും രാക്ഷസന്മാരും ഇവനെപ്പോലുള്ള ചില മനുഷ്യന്മാർ തന്നെയാണെന്ന് പറഞ്ഞാണ് ഹൾക്ക് അയാളെ കൊല്ലുന്നത്. അങ്ങനെ പിന്നീട് ഇനി അടുത്ത ദിവസമാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ പീറ്റിയുടെ അമ്മ പോലീസിനെ അറിയിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോലീസിന് കീഴടങ്ങുകയാണ്. തൻ്റെ കൈക്കുഞ്ഞിനെ അഥവാ പീറ്റിയുടെ അനിയത്തിയെ തൻ്റെ അമ്മയെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ പീറ്റിയുടെ അമ്മ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പീറ്റിയുടെ ശരീരം പോലീസ് ആ ഒടിഞ്ഞ മരത്തിൻ്റെ അടുത്ത് നിന്നും പോലീസ് എടുത്ത് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പിന്നീട് ആ ഒടിഞ്ഞ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഹൾക്കിനെയും അവൻ്റെ കൂടെയുള്ള പീറ്റിയുടെ ആത്മാവിനെയുമാണ് ഇനി കാണിക്കുന്നത്. ഇനി മുതൽ തൻ്റെ അനിയത്തി തൻ്റെ മുത്തശ്ശിയുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും താനും അവരുടെ കൂടെ പൊയ്ക്കോട്ടെ എന്നും തനിക്ക് തൻ്റെ അനിയത്തി എപ്പോഴും കാണണമെന്ന് പീറ്റി ഹൾക്കിനോട് പറഞ്ഞതും നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നും ഇനി മുതൽ ഒരു നിയമത്തിനും ആരുടെയും കീഴിലല്ല നീ ജീവിക്കുന്നതെന്നും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നിനക്ക് ചെയ്യാമെന്ന് ഹൾക്ക് പീറ്റിയോട് പറയുകയാണ്. മാത്രമല്ല എനിക്ക് നിന്നെ രക്ഷിക്കുവാൻ സാധിച്ചില്ല എന്നും ഞാൻ ഒരുപാട് വൈകിപ്പോയെന്നും തന്നോട് ക്ഷമിക്കണമെന്ന് ഹൾക്ക് പീറ്റിയോട് പറയുകയാണ്. അപ്പോൾ തന്നെ പീറ്റി ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്നും എന്നെ രക്ഷിച്ചില്ലെങ്കിലും എൻ്റെ അനിയത്തി നീ കാരണം രക്ഷപ്പെട്ടുവെന്നും നീ എൻ്റെ ഹീറോയാണെന്നും അതുകൊണ്ട് തന്നെ നിനക്ക് ആവശ്യമുള്ള കാലം വരെ എൻ്റെ ഈ കാട്ടിനുള്ളിൽ താമസിച്ചോളാൻ ഹൾക്കിനോട് പറഞ്ഞ് പീറ്റി തൻ്റെ അനിയത്തിയുടെയും മുത്തശ്ശിയുടെയും കൂടെ പോവുകയാണ്. ഇപ്പോൾ അതെല്ലാം കണ്ട് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഹൾക്ക്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.